ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് FC ഗോവയോട് പരാജയപ്പെട്ടിരുന്നു. മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ ഗോൾ കീപ്പറായ കമൽജിത്ത് സിംഗിന് കഴിഞ്ഞിരുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒഡീഷയിൽ നിന്നായിരുന്നു കമൽജിത്ത് എത്തിയിരുന്നത്. സച്ചിന് പരിക്കേറ്റതോടുകൂടിയാണ് അദ്ദേഹത്തിന് അരങ്ങേറ്റം നടത്താനുള്ള അവസരം കൈവന്നത്. പക്ഷേ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ എക്സിൽ പങ്കുവച്ചിരുന്നു. അതായത് കമൽജിത്തിന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതിന്റെ കമന്റ് ബോക്സിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരു ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗോളുകൾ വഴങ്ങേണ്ടി വന്നതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല, അത് ടീമിന്റെ പ്രശ്നമാണ്. മറ്റൊരു ആരാധകന്റെ അഭിപ്രായം ഇങ്ങനെയാണ്: സച്ചിനേക്കാൾ ബെറ്ററായി തോന്നി, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് കോൺഫിഡൻസ് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. 1-2 സേവുകൾ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ആരാധകന്റെ അഭിപ്രായം ഇപ്രകാരമാണ്: ഒരുപാട് ഷോട്ടുകളൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല, പക്ഷേ ഡീസന്റ് പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. മറ്റൊരു ആരാധകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഡീസന്റ് പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ വഴങ്ങിയ ഗോളുകളുടെ കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. യാസിറും ഐക്കറും മാർക്ക് ചെയ്യപ്പെടാതെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം മിലോസ് ഉൾപ്പെടെയുള്ള ഡിഫൻസിനാണ്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമുക്കതിൻ്റെ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ നെഗറ്റീവ് ആയിക്കൊണ്ട് ആരും കമൽജിത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പരീക്ഷണങ്ങളൊന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. മത്സരത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും വലുതായി ചെയ്യാൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡീസൻ്റായ ഒരു പ്രകടനം അദ്ദേഹം നടത്തി എന്നാണ് പൊതുവെയുള്ള ഒരു ആരാധകരുടെ അഭിപ്രായം. എന്നാൽ ഇതിനേക്കാൾ മികച്ച ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് കൊണ്ടുവരണമെന്ന് പലരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.